ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ഒരു വീഡിയോ ഞാൻ രണ്ടായിട്ടായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. മീഡിയ വണ്ണിനകത്ത് ഈ കരിമ്പിൻ കണ്ടി വിഷം സംഘപരിവാറിന്റെ കോണകം താങ്ങി നടക്കുന്ന ഈ വൃത്തികെട്ട ഊള ഇന്നലെ ഈ ചാനലിൽ വന്നിരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിന് നമ്മുടെ രാജു പി നായർ ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. പക്ഷേ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കലാപം ഉണ്ടായത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. എത്രയോ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്രയോ ആൾക്കാരുടെ വീടും അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ചു. ഇതെല്ലാം നടന്നിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കമാഷിമ എന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇവിടുത്തെ ക്രിസംഖികളായിട്ടുള്ള ദൈവനെ പോലുള്ള ചില പരമ ഊളകൾ ഒരക്ഷരം പോലും മിണ്ടുന്നത് നമ്മൾ കണ്ടില്ല. അന്ന് ആക്രമിക്കപ്പെട്ട ആ ക്രൈസ്തവ സമൂഹത്തെ ഇവര് രണ്ട് ഗോത്രങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് ഇവർ തമ്മിലാണ് അവിടെ അടി നടക്കുന്നത്. ഇവിടെ കുറെ കാലമായിട്ട് ഇങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാറിനെയും ഈ ഭീകര ഭരണകൂടത്തെയും ന്യായീകരിച്ച് വന്നിരുന്ന വാർത്ത കേട്ടുള്ള ഉളുപ്പില്ലാത്ത നാണവും മാനവും ലക്ഷ്യമില്ലാത്ത സംഘികളുടെ കോണകം താങ്ങി അവന്റെയൊക്കെ അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന ഇപ്പോൾ വൃത്തികെട്ടവന്മാർ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂർ പോയപ്പോൾ കണ്ട സംഭവങ്ങൾ അറിയാലോ. അതായത് ഈ കലാപം ഉണ്ടായിട്ട് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കലാപം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു ഇലക്ഷൻ നടന്നപ്പോഴത്തേക്ക് അവിടെ വിജയിച്ചത് കോൺഗ്രസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. മണിപ്പൂർ നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചു. അവിടുത്തെ ജനങ്ങൾ വരവേറ്റത് കൂവി നാറ്റിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അവർ വരവേറ്റത്. ഈ ചർച്ചയ്ക്കിടയിൽ നമ്മുടെ അഹിംസ ഉണ്ടല്ലോ, ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ ഒരു വിഷത്തോട് പറഞ്ഞത് നിങ്ങൾ മറ്റേ കാക്കി ട്രൗസറും ഇട്ട് നടക്കുന്നതാണെന്ന് ഒരു പരാമർശം നടത്തിയപ്പോഴത്തേക്ക് ഈ ഊള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ RSSന്റെ ട്രൗസർ വന്നിട്ടുകൊണ്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല, ഞാൻ RSSന്റെ ഭാഗമല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന്. കാരണം പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ക്രിസംഖി എന്ന് വിളിക്കാൻ പാടില്ല, പൂർണ്ണമായിട്ടും ഈ ഊളയൊക്കെ ഇവന്റെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന വെറും വൃത്തികെട്ടൻ. കാരണം ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിച്ചും മൂമ്പിച്ചും ജീവിക്കുന്ന വൃത്തികെട്ട ഊളകളാണ് ഇവരൊക്കെ. ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അടിമേടിച്ച് ചുരുണ്ട സമയത്ത് ഈ വൃത്തികെട്ട ഊള മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് വിളമ്പിയത് എന്തായിരുന്നു? അപ്പൊ ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിച്ചാൽ ഇതല്ല ഇതിന്റെ അപ്പുറവും കിട്ടുമെന്ന് പറഞ്ഞ ഈ നാറയ്ക്ക് നല്ല തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിലെ സഹോദരങ്ങളും നല്ല അച്ഛന്മാരും ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ ഇപ്പൊ ഒരു ചെറിയൊരു മയമൊക്കെ ഈ പറയുന്ന പ്രസ്താവനയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സംഖ്യകളെ വെറുപ്പിച്ചിട്ട് ആളുകൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇവൻ സാധാരണ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക്. കാരണം ഇസ്ലാം മോശമാണ്, മുസ്ലിങ്ങൾ പ്രശ്നമാണ്, തീവ്രവാദികളാണ്, മറ്റാണ്, ആനയാണ്, കൂന ക്രൈസ്തവ സമൂഹത്തിലേക്ക് പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കുന്ന ഈ വൃത്തികെട്ട ഊളയുടെ ഈ ഒരു വീഡിയോ ഒന്ന് കാണണം. കാരണം ഇതിനകത്ത് ഇവൻ കുറച്ച് പുതിയ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവനൊക്കെ എന്ത് മനുഷ്യനാണ് ഇവനൊക്കെ. എന്താണെങ്കിലും നമുക്ക് ഈ ഊളയുടെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് വെച്ചാൽ കുറച്ച് കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ആ പ്രയോഗം നന്നായി അജിംസെ. കാക്കി ട്രൗസർ ധരിക്കാൻ ഞാൻ RSSകാരനല്ല, ഞാൻ BJP അംഗത്വവും എടുത്തിട്ടില്ല. അക്കാര്യത്തിൽ അജിംസിന് ധൈര്യമായി എന്നെ വിശ്വസിക്കാൻ, ഞാൻ കളവ് പറയുന്നില്ല, ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു. അജിംസെ അതല്ല, ഈ കേസരി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അതിനൊരു ഒരു മറുപടി പറയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ നില എത്ര ശതമാനമായിരുന്നു എന്ന് നോക്കുക. ഇന്നത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ക്രിസ്ത്യാനികളെ അക്കാര്യത്തിൽ പറയുന്നതിൽ ബേസ്ലെസ് ആണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ 2% മാത്രമായി എങ്ങനെ ക്രിസ്ത്യാനിയായി? ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യണ്ടേ? അതാരും അഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് വെറുതെ മിഷണറിമാർ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങും അത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർ പല പ്രവർത്തനങ്ങളും നടക്കുന്നതോടൊപ്പം ഈ ഇവാഞ്ചലൈസേഷൻ എന്നുള്ള മനോഹരമായ പേരിട്ട് ഈ മതപരിവർത്തനമോ അത് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ള വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടാറുണ്ട്. അത് ഞാൻ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്, അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ലല്ലോടാ കരിമ്പിൻ കണ്ടി നീ നേരത്തെ പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്? ക്രൈസ്തവര് ഹിന്ദുക്കളെ പോയിട്ട് മതം മാറ്റാൻ ശ്രമിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും കിട്ടുമെന്നാണ് ഇവൻ പറഞ്ഞത് അല്ലേ. പക്ഷേ നല്ല ക്രൈസ്തവ സമൂഹത്തിലുള്ള ആൾക്കാർ കുനിച്ചു നിർത്തി ഇവന്റെ കൂമ്പിൽ ഇടിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഈ അഭിപ്രായം മാറ്റിയിരുന്നത്. പക്ഷെ എന്നാലും സംഘപരിവാറിനെ വിട്ടിട്ടുള്ള പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. സംഘപരിവാറിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവനൊന്നും സമൂഹത്തിൽ ഒരു വിലയില്ല. പട്ടിയുടെ വില പോലും ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. അല്ലേ തന്നെ ഇവനിക്കൊന്നും ഒരു വിലയും ഇല്ല. എന്നാലും ബാക്കിയൂടെ കേട്ടോ. പക്ഷെ അത് എത്രത്തോളം നമ്മൾ വളരെ ഒരു മാസമായിട്ടൊന്നും പറയാനുള്ളത് ഒന്നും ഇന്ത്യയിലില്ല. കാരണം അതിന്റെ ശതമാനം നോക്കിയാൽ തുച്ഛമാണ്. ഞാൻ മറ്റിപ്പോ എനിക്കും കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനും ആൻഡ്രൂസ് താഴത്ത് പിതാവിനും ജെയ്സി തോമസിനും ഒരേ സ്വരമാണ്. ഞങ്ങൾ നാലും ഇപ്പോൾ ഒരേ പോയിന്റിൽ പറയുന്നു, ഒരു എത്നിക് ക്ലെൻസിങ് ആണ്. വളരെ വ്യക്തമായി ജയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ജയ്ക്കിനെ ഇനി പ്രൊവോക്ക് ചെയ്യരുത്. സത്യസന്ധമായി ജയ്ക്ക്
പറഞ്ഞതാണ്. ഞാൻ അതിനെ ജയിക്കണേ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മണിപ്പൂരിലുണ്ടായ വിഷയത്തിൽ പലപ്പോഴും വാർത്താ മാധ്യമങ്ങൾക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. കൃത്യമായ റിപ്പോർട്ടിംഗ് ക്രിസ്ത്യൻ എത്നിസിറ്റിയെ കുറിച്ചാണ്. അത് പിന്നീട് വിശദീകരിച്ചു ജയ്ക്ക്. ക്രിസ്ത്യൻ എത്നിസിറ്റിയോ? അതെന്തൊരു പ്രയോഗമാണ്? അത് ഒന്നിച്ചു പോവില്ല. എത്നിസിറ്റിയും റിലീജിയസും രണ്ട് വിഷയമാണ് ആയിരിക്കും. പക്ഷേ ചരിത്രപരമായി കഴിയില്ല. മറ്റൊരു കാര്യം കൂടി ജയിക്കുന്നതിനാണ് പറഞ്ഞല്ലോ. മലബാർ കലാപത്തിലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും ഇന്നും ചരിത്രത്തെ വളച്ചൊടിച്ച് പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നും അവരാരായിരുന്നു എന്ന് നമുക്കറിയാം. എന്തായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം നമുക്കറിയാം. അവർ ഇസ്താംബൂളിന് വേണ്ടിയിട്ട് തുർക്കിക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനവും അത്തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു നമുക്കറിയാം. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് വാദിച്ച് ചരിത്രത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കളവ് ഇപ്പോഴും ചില യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ തെറ്റായ ചരിത്രം നമുക്ക് സത്യം അറിയാമല്ലോ. പാവപ്പെട്ട മറ്റൊരു സമുദായത്തിലെ ആളുകളെ കണ്ടിച്ച് കിണറ്റിലിട്ട ചരിത്രം നമുക്കറിയാം. പക്ഷെ അതല്ല വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രത്തെ മാറ്റിമറിക്കുന്നത്. പക്ഷേ നെഹ്റുവിയൻ കാലഘട്ടം മുതൽ ഇന്ത്യയിലുണ്ടായ ആ തെറ്റായ ചരിത്രത്തെ നമ്മൾ ഇന്ന് മാറ്റി സത്യമാണ്, യഥാർത്ഥ ചരിത്രം നമ്മൾ പഠിച്ചു വരുന്നു. ആരാണ് ഗാന്ധി? നമ്മൾ മഹാത്മാവെന്ന് വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ മനപോവും. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് സമൂഹ മധ്യത്തിൽ ഇറങ്ങാൻ കഴിയില്ല. ഗാന്ധിസം പറഞ്ഞ് സമൂഹത്തിൽ അഡ്രസ് ചെയ്യാൻ കഴിയില്ല. ഈ പ്രധാനമന്ത്രി തന്നെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പോയിട്ട് അദ്ദേഹം പുഷ്പാർച്ചന. കെന്നഡി പറയുന്നു ഗാന്ധി മോശമാണ്. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കെന്നഡിയുടെ മാത്രം അഭിപ്രായമാണ്. ഗാന്ധി മോശമാണ്. ഗാന്ധിയെ അല്ല നെഹ്റുവിനെ പറയുന്ന പ്രത്യയശാസ്ത്രം ഇവിടെയുണ്ട്. ആ പ്രത്യയശാസ്ത്രക്കാരന്റെ വാക്കാണ് പറയുന്നത്. കെന്നഡി ഉൾപ്പെടെയുള്ളവർ ദേശവിരുദ്ധരാണ്. അത് ഓർമ്മ വേണം. അത്രേ ഉള്ളൂ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരുടെ ഒക്കെ പേരുച്ചരിക്കാൻ ഈ വൃത്തികെട്ടവൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? അതിനുള്ള ഒരു മാന്യത. ഷൂ നക്കി ജീവിച്ചവന്റെ കോണകം നക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ഊളയ്ക്ക് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ട് അവരുടെ ചരിത്രങ്ങളെ കുറിച്ചിട്ട് എന്ത് തേങ്ങാക്കൊല ഇവനറിയാവുന്ന ഒരുത്തനുണ്ട്. അലി അക്ബർ എന്ന് പറഞ്ഞ് പിന്നീട് രോമസിംഹനായി മാറിയ ഒരുത്തൻ. പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു. വാര്യംകുന്നത്തിന്റെ ജീവചരിത്രം. ഇതാണ് യഥാർത്ഥ ചരിത്രം. കണ്ണൂർ കിണറ്റിൽ ഒരുപാട് ഹിന്ദുക്കളുടെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞത്. സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിട്ട് നിന്നിട്ടുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ തീർത്തിട്ടുണ്ട്. കാരണം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒളിച്ചിരുന്ന താവളങ്ങൾ കൊണ്ടുപോയിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും ഇവന്റെയൊക്കെ ഭാര്യമാരെയൊക്കെ അടിയറവ് വെച്ച് ജീവിച്ചിട്ടുള്ള വെറും വൃത്തികെട്ട ഷണ്ടന്മാരായിട്ടുള്ള പെണ്ണുമല്ലാത്ത ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാഹരികൾക്ക് ഈ പറയപ്പെടുന്ന മഹാരാജ പേര് പറയാനായിട്ട് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? നീയൊക്കെ ഇങ്ങനെ കാലാകാലം സംഘപരിവാറിന്റെ കോണകം താങ്ങി ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ളവരാ നീയൊക്കെ. എന്തായാലും ഇനി കോൺഗ്രസിനെ കുറിച്ചിട്ടും മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടൊക്കെ ഈ ഊള പറഞ്ഞിട്ടുണ്ടോ? ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ രാജു പി നായർ കൊടുക്കുന്ന ആ മറുപടിയില്ലേ, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകളും അഭിപ്രായങ്ങളും ഇതുപോലുള്ള സമൂഹ വിരുദ്ധനായിട്ടുള്ള ആ സമുദായത്തെ പറ്റിച്ച് ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളുടെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.